മരണപ്പെട്ടുപോയ പല പ്രശസ്തരുടെയും മക്കളാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴും പലരും എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായ എംജിആറിൻ്റെയും ജയലളിതയുടെയും മകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തൃശൂർ സ്വദേശിനിയായ സുനിത എന്നൊരു സ്ത്രീ രംഗത്തെത്തിയല്ലോ. ഇത് സംബന്ധിച്ച് പൂർണ്ണമായ ഒരു അഭിമുഖം സുനിത ആദ്യമായി നൽകിയത് DNA ന്യൂസിനാണ്. മറ്റു പല പ്രശസ്തരുടെയും മക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നവരുടെയെല്ലാം ആവശ്യം അവരുടെ മക്കളാണ് എന്ന് അംഗീകരിക്കണം, അവരുടെ സ്വത്തിൻ്റെ അവകാശം വേണം എന്നൊക്കെയായിരുന്നു. ചിലരൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞു നിന്ന് പ്രശസ്തരാകാനും ശ്രമിച്ചു. എന്നാൽ ഈ അവകാശവാദങ്ങൾക്കൊന്നും അധികം ആയുസ്സുണ്ടായില്ല. അതേസമയം സുനിതയുടെ ആവശ്യം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. തൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് അവരുടെ ആവശ്യം. മാത്രമല്ല, തനിക്ക് സ്വത്ത് ആവശ്യമില്ലെന്നും തനിക്ക് വേണ്ടതെല്ലാം മരണത്തിന് മുമ്പ് അമ്മ തന്നിട്ടുണ്ടെന്നും അവർ പറയുന്നു. തൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുനിത പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ നിയമസഹായങ്ങളും പിന്തുണയും നൽകുന്നത് HRDS ഇന്ത്യയാണ്. എംജിആറിൻ്റെയും ജയലളിതയുടെയും മകൾ എങ്ങനെ കേരളത്തിലെത്തി, എവിടെ വളർന്നു, ആരാണ് അവളെ വളർത്തിയത്, എങ്ങനെ സുനിത ദില്ലിയിലെത്തി, എന്താണിതിൻ്റെ യാഥാർത്ഥ്യം? എംജിആറിനും ജയലളിതയ്ക്കുമുണ്ടായ തന്നെ കൊലപ്പെടുത്താനായി എംജിആറിൻ്റെ വീട്ടുജോലിക്കാരനും തൃശൂർ സ്വദേശിയുമായ മാധവന്റെ കയ്യിൽ കൊടുക്കുന്നു. അന്ന് അവൾക്ക് പ്രായം 2.5 വയസ്സ്. ബിന്ദു എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. തൃശൂരിലെത്തിയ മാധവന്റെ വീട്ടിൽ സുനിത വളർന്നത് യാതനകൾ സഹിച്ചാണ്. നീ 2 മുഖ്യമന്ത്രിമാരുടെ മകളാണെന്ന് മദ്യപിക്കുമ്പോൾ മാധവൻ പലവട്ടം പലരോടും പറഞ്ഞിട്ടുണ്ടത്രേ. എന്നാൽ മദ്യപിച്ചുകൊണ്ട് പറയുന്നതാണെന്ന് കരുതി അതാരും മുഖവിലേക്കെടുത്തില്ല. ഒടുവിൽ മാധവന്റെ മരണശേഷം തൻ്റെ 18-ാം വയസ്സിൽ അവൾ വീട് വിട്ടിറങ്ങി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. അങ്ങനെയിരിക്കെ ജോർജ് എന്നോ മറ്റോ പേരുള്ള ഒരാൾ കുറച്ച് ഫണ്ടിൻ്റെ കാര്യം അവളോട് പറയുകയും അവളെയും കൂട്ടി മദ്രാസിലെത്തുകയും ചെയ്തു. അവിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ജയലളിതയെ സുനിത ആദ്യമായി കാണുന്നത്. അപ്പോഴും അത് തൻ്റെ അമ്മയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നീട് തൃശ്ശൂരിലെത്തിയ സുനിതയെ രവി എന്നു പേരുള്ള ഒരു കോൺഗ്രസ് നേതാവ് ചെന്നൈയിലേക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പഴയതുപോലെ ജയലളിതയെ കണ്ടു. അന്നത്തെ സംസാരത്തിനിടയിലാണ് അത് തൻ്റെ അമ്മയാണെന്ന് സുനിത തിരിച്ചറിയുന്നത്. DNA ടെസ്റ്റിനായി അന്ന് അവളുടെ രക്തസാമ്പിൾ എടുത്തത്രേ. ഈ വിവരം ആരോടും പറയരുതെന്നും ജയലളിത സുനിതയോട് നിർദ്ദേശിച്ചു. ജോർജിനെയും രവിയെയും തൻ്റെ അടുത്തേക്ക് അയച്ചത് ജയലളിതയാണെന്നാണ് സുനിത പറയുന്നത്. പിന്നീട് ഇടയ്ക്കിടെ തൻ്റെ സ്റ്റാഫുകളുടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ജയലളിത സുനിതയെ വിളിക്കുകയും ചെന്നൈയിൽ ചെന്ന് അവൾ അമ്മയെ കാണുകയും ചെയ്യുമായിരുന്നു അത്രേ. ഇതിനിടയിൽ അവൾ ഒരാളുമായി പ്രണയത്തിലാവുകയും വിവരം അമ്മയോട് പറയുകയും ചെയ്തു. പിന്നീട് അയാളെ രജിസ്റ്റർ വിവാഹം ചെയ്തു. വിവാഹത്തിന് ആവശ്യത്തിലധികം സ്വർണവും പണവും ജയലളിത അവൾക്ക് കൊടുത്തു. പക്ഷേ ഈ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല. കഴിഞ്ഞ 7 വർഷങ്ങളായി സുനിത തൻ്റെ 2 പെൺമക്കളോടൊപ്പം ഭർത്താവിൽ നിന്ന് അകന്നാണ് താമസം. ഇടയ്ക്കിടെ അമ്മയെ കാണാൻ പോകുമ്പോഴൊക്കെ അവർ സാമാന്യം നല്ലൊരു തുക അവൾക്ക് കൊടുക്കുമായിരുന്നു. ഈ പണം എവിടെ നിന്നാണെന്ന് ചോദിച്ചുകൊണ്ട് ഭർത്താവ് പലപ്പോഴും മർദ്ദിക്കുമായിരുന്നു എന്നും സുനിത പറയുന്നു. എന്നാൽ അവൾ ഒരിക്കലും ഈ രഹസ്യം ആരോടും പറഞ്ഞില്ല. അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ ശശികലയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ശശികലയെക്കുറിച്ചും അവർ തന്നോട് ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ചും പലപ്പോഴും ജയലളിത സുനിതയോട് പറഞ്ഞു. അവരെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആപത്ത് സമയത്ത് അവളാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. നിന്നെ പ്രസവിച്ചപ്പോൾ പോലും അവളാണ് എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കവളെ ഒഴിവാക്കാൻ കഴിയില്ല എന്നായിരുന്നു അത്രേ ജയലളിതയുടെ മറുപടി. എല്ലാം വിട്ട് കോടനാട്ട് എസ്റ്റേറ്റിൽ താമസമാക്കണമെന്നും അപ്പോൾ സുനിത ഒപ്പം താമസിക്കണമെന്നും കോടനാട്ട് താമസമാക്കി കഴിഞ്ഞാൽ തനിക്ക് കുറെ പുസ്തകങ്ങൾ എഴുതാനുണ്ടെന്നും ജയലളിത പറഞ്ഞതായി സുനിത പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ചെന്നൈയിൽ ജയലളിതയുടെ വീട്ടിലെത്തുമ്പോൾ അവർ അവശയായി നിലത്ത് കിടക്കുകയാണ്. അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ശശികലയും മറ്റു ചില ജോലിക്കാരുമൊക്കെ ചുറ്റിനും കൂടി നിൽക്കുന്നുണ്ട്. അവശയായി ചലനമറ്റ് നിലത്ത് കിടക്കുന്ന ജയലളിതയെ ശശികല തൻ്റെ കാലുകൊണ്ട് തട്ടി നോക്കുന്നതാണ് സുനിത കണ്ടത്. അകത്തേക്ക് കയറി ചെന്ന സുനിത ഈ രംഗം കണ്ട് ഉറക്കെ നിലവിളിക്കാനൊരുങ്ങി. അതോടെ അവിടെയുണ്ടായിരുന്ന ഒരു ജോലിക്കാരി ഓടിയെത്തി അവളുടെ വായ പൊത്തിയിട്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച തന്നോട് ഇന്നലെ രാത്രി മുഴുവൻ ജയലളിതയും ശശികലയും തമ്മിൽ വഴക്കായിരുന്നു എന്നും ആ ജോലിക്കാരി പറഞ്ഞത്രേ. ഇതുകേട്ട സുനിത തൻ്റെ ഡ്രസ്സുകളടങ്ങിയ ബാഗും ഉപേക്ഷിച്ച് ഓടി പുറത്തിറങ്ങി ബസ്സിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവത്തിനു ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജയലളിത മരണമടഞ്ഞു. അമ്മയെ അവസാനമായി കാണാൻ പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ സുനിത കരയുന്നു. അമ്മയുടെ മരണശേഷം 10 മാസം മുമ്പ് വരെ മാസാമാസം തനിക്ക് പണം എത്തിച്ചിരുന്നു അത്രേ. ആ പണം കൊടുത്തത് ബാങ്ക് വഴിയല്ല, ഓരോ മാസവും ഓരോരുത്തർ കൊണ്ടു കൊടുക്കുകയായിരുന്നു. പണം കൊണ്ടുവരുന്നവരോട് ഒന്നും ചോദിക്കാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിരുന്നതുകൊണ്ട് അവരോടൊന്നും ഒരു കാര്യങ്ങളും ചോദിച്ചിരുന്നില്ലെന്നും സുനിത പറയുന്നു.
അമ്മ മരിച്ച് വർഷങ്ങൾ 9 ആയെങ്കിലും അമ്മയെക്കുറിച്ചോർത്ത് കരയാത്ത ഒരു ദിവസവും സുനിതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലത്രേ. അങ്ങനെയിരിക്കെയാണ് സ്വാമി ആത്മനമ്പിയെക്കുറിച്ച് അറിയുന്നതും ഒരു പരിചയക്കാരി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ കാണാൻ ദില്ലിയിലെ HRDS ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഓഫീസിലെത്തുന്നതും. അവിടെ എത്തിയപ്പോൾ സ്വാമി ആത്മനമ്പിയെ കാണാൻ കഴിഞ്ഞില്ല. കാര്യം അന്വേഷിച്ച HRDSന്റെ സെക്രട്ടറി അജി കൃഷ്ണൻ സുനിത പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു. തൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും സുനിത പരാതി നൽകിയത് HRDSന്റെ പിന്തുണയോടെയാണ്. HRDSന്റെ നിയമവിഭാഗമാണ് സുനിതയ്ക്ക് വേണ്ടുന്ന നിയമസഹായങ്ങളെല്ലാം നൽകുന്നത്. സുനിത പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് അതീവ ഗുരുതരമായ വിഷയമാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അവരുടെ സന്തത സഹചാരിയായ സ്ത്രീ മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ടു എന്ന ഒരു ദൃക്സാക്ഷി വെളിപ്പെടുത്തുകയാണ്. വർഷങ്ങൾക്കു ശേഷമാണ് ആ വെളിപ്പെടുത്തൽ എന്നുള്ളത് ഇക്കാര്യത്തിൽ പ്രസക്തമല്ല. കാരണം MM മണിയുടെ 1, 2, 3 പ്രസംഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തതും റിമാൻഡ് ചെയ്തതും. 39 വർഷങ്ങൾക്ക് മുൻപ് താൻ 2 പേരെ കൊലപ്പെടുത്തിയെന്നും അത് ആരൊക്കെയാണെന്ന് അറിയില്ലെന്നും ഒരാൾ വെളിപ്പെടുത്തിയതിനു ശേഷം അയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. അയാൾ വെളിപ്പെടുത്തിയതുപോലെയുള്ള 2 മരണങ്ങൾ ആ പ്രദേശത്ത് നടന്നിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദൃക്സാക്ഷി എന്ന് അവകാശപ്പെടുന്ന സുനിതയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചും അന്വേഷണം ആവശ്യമാണ്. ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്നു തന്നെ പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നതുമാണ്. സുനിതയുടെ അവകാശവാദത്തെ ശരിവെക്കുന്ന സംഭവങ്ങളാണ് ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പോയസ് ഗാർഡനിലെ വസതിയിൽ ജയലളിതയെ ആരോ തള്ളിയിട്ടെന്നുള്ള ആരോപണം. ബാത്റൂമിൽ വഴുതി വീണ ജയലളിതയെ ആശുപത്രിയിൽ എത്തിച്ചത് താനാണെന്നായിരുന്നു ശശികല പറഞ്ഞത്. ജയലളിതയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നതും ശശികലയാണ്. പനിയും നിർജ്ജലീകരണവും കാരണം 2016 സെപ്റ്റംബർ 26 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജയലളിതയുടെ മരണം 2.5 മാസങ്ങൾക്കു ശേഷം ഡിസംബർ 5 സ്ഥിരീകരിക്കുന്നത്. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് അന്നത്തെ AIADMK സർക്കാർ 2017 സെപ്റ്റംബർ 25 മദ്രാസ് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് അറുമുഖസ്വാമി കമ്മീഷനെ അന്വേഷണത്തിനായി നിയമിച്ചു. AIADMK കോർഡിനേറ്റർ O പനീർശെൽവം, ജയലളിതയുടെ തോഴി VK ശശികല, ശശികലയുടെ ബന്ധുക്കൾ, AIADMK മുൻ വക്താവ് പുകഴേന്തി, ചില മുൻ മന്ത്രിമാർ, MP മാർ, ജയലളിതയുടെ പോയസ് ഗാർഡനിലെ വസതിയായ വേദനിലയത്തിലെ ജോലിക്കാർ, IAS IPS ഉദ്യോഗസ്ഥർ, അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ എന്നിവരടക്കം 159 പേരിൽ നിന്ന് അന്വേഷണ കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജയലളിതയുടെ മരണശേഷം അവരുടെ ഉടമസ്ഥതയിലുള്ള കോടനാട് എസ്റ്റേറ്റിൽ കവർച്ചാശ്രമം നടക്കുകയും അതിലെ പ്രതികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുകയും ചെയ്തു. കോടനാട് എസ്റ്റേറ്റ് കേസിൽ വാദം കേട്ടിരുന്ന നീലഗിരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി സഞ്ജയ് ബാബയെ നിർണായക ഘട്ടത്തിൽ സ്ഥലം മാറ്റിയതും ദുരൂഹമാണ്. ജയലളിതയുടെ ചികിത്സയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്നും മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ശശികല നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. സുനിത ആവശ്യപ്പെടുന്നത് ജയലളിതയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. 1983 ഡിസംബർ 25 ജനിച്ച സുനിതയ്ക്കിപ്പോൾ പ്രായം 43 വയസ്സിനോടടുത്തിരിക്കുന്നു. സുനിത ജനിച്ച 4 വർഷങ്ങൾക്കു ശേഷമാണ് MGRന്റെ മരണം. സുനിതയുടെ അവകാശവാദത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? കാലം തെളിയിക്കും, കാത്തിരിക്കാം.